ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, ഈ താങ്കളുടെ പാർട്ടിയുടെ നേതാക്കൾ NSSന്റെ നേതാക്കൾക്കെതിരെ നേതാക്കൾക്കെതിരെയല്ല, ജി സുകുമാരൻ നായർക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്തായിരിക്കും കാരണം? ഈ BJPക്ക് ഒരു വേണ്ട പിന്തുണ NSS കൊടുക്കുന്നില്ല എന്നുള്ളതാണോ പ്രശ്നം? സർ നമസ്കാരം. നമസ്കാരം. ഈ ആദരവും ബഹുമാനവും ഒന്നും വൺ വേ ട്രാഫിക് അല്ല സർ, അതാണ് മനസ്സിലാക്കേണ്ടത്. ആദരിക്കേണ്ടവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആദരവും ബഹുമാനവും തിരിച്ചും കിട്ടും. മനസ്സിലായോ? അല്ലാതെ ഇദ്ദേഹം ഒരു മാടമ്പിയൊന്നുമല്ല. ഇദ്ദേഹത്തിന് വിമർശനത്തിന് അധീനതാണ്, മറ്റുള്ളവരങ്ങ് പാർട്ടി ഓടിക്കാമെന്നുള്ള ഒരു ധാരണയൊന്നും പാടില്ല. ആദരവും ബഹുമാനവും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടും തീർച്ചയായിട്ടും കിട്ടും. അല്ല, അനാദരവാണ് കിട്ടിയതെങ്കിൽ അതിനുള്ള മറുപടിയും കിട്ടും, അത് മേടിക്കേണ്ടിയും വരും. അതായത് ഇപ്പൊ അതിന് മറ്റ് പരസ്യങ്ങളൊന്നും ആരാണ് ഉപരാഷ്ട്രപതിയാണ് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർക്കും ഇല്ലേ മജേ മാംസവും ഒക്കെ. അപ്പൊ ആദരവും ബഹുമാനവും അങ്ങോട്ട് കൊടുത്താൽ അതിലേറെ ഇങ്ങോട്ട് കിട്ടും. അല്ലാതെ ഇങ്ങോട്ട് ആദരിച്ചോളെന്ന് പറയുന്നത് ശ്രീ ബാലകൃഷ്ണൻ, അതിനകത്തൊരു വിഷയം, ഈ സുരേഷ് ഗോപി, ജി സുകുമാരൻ നായർ തന്നെ പറയുന്നു, സുരേഷ് ഗോപി അവിടെ വന്നപ്പോൾ മുൻകൂട്ടി അനുവാദം വാങ്ങിയൊന്നും അല്ല വന്നത്. അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ പുഷ്പാർച്ചന നടത്തണമെന്ന് പറഞ്ഞു. അത് പൂട്ടിയിട്ടിരിക്കുമായിരുന്നു ആ സമയത്ത് സെക്യൂരിറ്റിയുടെ കയ്യിൽ താക്കോൽ കൊടുത്ത് പുഷ്പാർച്ചനയ്ക്കുള്ള അവസരം കൊടുത്തു. ആ സമയത്ത് അവിടെ NSSന്റെ ബജറ്റ് സമ്മേളനം നടക്കുകയാണ്. അതിൻ്റെ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ആ യോഗത്തിൽ പങ്കെടുക്കേണ്ട നിശ്ചിത തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് പങ്കെടുക്കുന്നത്. ആ യോഗത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് അദ്ദേഹത്തെ ഇറക്കി വിട്ടത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു യോഗം നടക്കുന്നെങ്കിൽ അവിടെ അനുവാദമില്ലാതെ കയറി ചെല്ലാതിരിക്കുക എന്നുള്ള സാമാന്യ മര്യാദ ഈ സുരേഷ് ഗോപിയും കാണിക്കണ്ടേ? അല്ല, സുരേഷ് ഗോപി കാണിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് അനാദരവ് കിട്ടും. അദ്ദേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായി പ്രതികരിച്ചാൽ അത് വേറെ ഉപരാഷ്ട്രപതി പറഞ്ഞു, കേന്ദ്രമന്ത്രി പറഞ്ഞു എന്ന് പറയണ്ട. കേന്ദ്രമന്ത്രിക്കും ഉപരാഷ്ട്രപതിക്കും വിമർശിക്കാൻ പറ്റാത്ത ആളാണോ സുകുമാരൻ നായർ? അദ്ദേഹം എന്താ പടച്ചോനാണോ? അദ്ദേഹത്തിന് എന്താ കൊമ്പുണ്ടോ? ജനാധിപത്യത്തിന്റെ രീതിയിൽ ജനഹിതത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി വന്നിട്ട് അദ്ദേഹത്തിന് മടക്കി അയച്ചിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാ. അതിന് BJP ആലോചിച്ച് തന്നെയാ ഈ രൂപത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കിയെങ്കിൽ അതിനകത്ത് സ്വാഗതം ചെയ്യണം. ആദരവും ബഹുമാനവും ഒരുപക്ഷം മാത്രമല്ല, അത് കൊടുത്താൽ അതിലേറെ തിരിച്ചു കിട്ടും. അതാണ് സംഭവം. അതാണ് സംഭവിച്ചിട്ടുണ്ടാകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ബിനോയ് ആണ് കൊല്ലത്തുനിന്ന്. ശ്രീ ബിനോയ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം കിരണേ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഓരോ സംഘടനയ്ക്കും അവരുടെ ബൈലോയും അവരുടെ സംസ്കാരവും റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അത് മാത്രമാണ് NSSന്റെ നേതാവ് ബഹുമാനായ സുകുമാരൻ നായർ അവിടെ ചെയ്തത്. ഇപ്പൊ കേന്ദ്രമന്ത്രിയായാലും ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയാലും ഒക്കെ ഒരു അനുവാദം വാങ്ങി വേണം അവിടെ വരേണ്ടുള്ളത്. കാരണം പ്രസിഡന്റിനോട് അതൊരു അദ്ദേഹത്തിന്റെ വീട്ടിലല്ല വരുന്നത്. ഒരു മഹത്തായ ഒരു പ്രസ്ഥാനത്തിൽ കടന്നു വരുമ്പോൾ ഓടിച്ചാടി അല്ല, അവര് വഹിക്കുന്ന ഓരോ പോസ്റ്റുകളുണ്ട്. ഉപരാഷ്ട്രപതി ആയാലും ഇപ്പൊ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആയാലും ഒക്കെ അത് NSSന്റെ നേതാവ് സുകുമാരൻ നായർ അത് പറയുന്നതിൽ കാര്യമുണ്ട്. ഒന്ന്, ഒരു Z+ കാറ്റഗറി ഉള്ള ഒരാളാണ് നമ്മളുടെ ഉപരാഷ്ട്രപതി. അദ്ദേഹം വരുന്നതിന് മുമ്പൊന്ന് അറിയിക്കേണ്ട ഒരു യുക്തിയുണ്ട്, ഒരു ഇതുണ്ട്. അത് അറിയിച്ചില്ലെന്നാണ് ബഹുമാനായ സുകുമാരൻ നായർ പറയുന്നത്. രണ്ട്, ഇവരൊക്കെ വരുമ്പോ തന്നെ ഈ പറയുന്ന കണക്ക് VVIPകൾ വരുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹം പറയുന്ന പട്ടിയൊക്കെ അവിടെ വന്ന് കയറും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.